ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ച. നല്ല അവിയൽ ദോശ എടുത്ത് കഴിക്കടാ, കൊച്ചിനെ എപ്പോഴോട്ട് കളിയാക്കാതെ. ഇവിടെ എപ്പോഴും ഇതേ ഉള്ളൂ. എന്തോ സൗണ്ട് ഇത്? പരസ്യത്തിൻ്റെയോ? കൊട്ടിയം ജംഗ്ഷനിൽ നിന്നാ കേൾക്കാലോ. ആകെപ്പാടെ ഞാൻ രാത്രിയിലാത്തിരി ടി വി കാണുന്നത്, അത് സമ്മതിക്കത്തില്ലേ. രാഷേട്ടാ, PSC പോകുന്ന കാര്യം എങ്ങനെ? ഞാൻ ജോയിൻ ചെയ്യട്ടാ? അതിന്റെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കാവോ? മനുഷ്യനോട് ചെയ്തല കേൾക്കണം. അല്ല, ഇവിടെ മയ്യനാട് ഉണ്ടായിരുന്നെങ്കിൽ പോയി വരാൻ എളുപ്പമായിരുന്നു. ഇപ്പം അടുത്തൊരു ടെസ്റ്റ് വരുന്നുണ്ട്. നോക്കട്ടെ. എന്തൊരു ചെറുക്കനാ. അവന് സീരിയൽ ഇഷ്ടമല്ല മോളെ, അതിൻ്റെ ദേഷ്യം. ആള് പാവ. അവന് കടലയാ ഇഷ്ടം, ഇത് കഴിക്കുമോ എന്തോ. എന്തുവാ റേഷൻ എടുത്തരാനുള്ള പുതിയ ഐറ്റം? ഇത് കഴിച്ചു നോക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അടുത്ത് എത്ര വട്ടം പറഞ്ഞിട്ട് എനിക്ക് ഈ പുല്ലൊന്നും വേണ്ടത്? നീ എന്ത് പണിയാടാ കാണിച്ചേ? ആ കൊച്ചു നേരം വെളുത്തെഴുന്നേറ്റ് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ. അത് നീ ഉണ്ടാക്കിയതായിരുന്നു. പോട്ട്, പുല്ല് ഞാൻ അറിഞ്ഞില്ല, സോറി. ആരുണ്ടാക്കിയാലും ഭക്ഷണം താഴെ കളയുന്നത് ശരിയല്ല രാഷ്ട്ര. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. ഈ രാജേഷിനെ എടുത്ത് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ മാന്യമായിട്ട് സോറി പറഞ്ഞാലല്ലോ. രാജേഷേ, എന്താണ് ഇത്? നീ നിന്റെ പണിയൊക്കെ പോടി. നിന്റെ കെട്ടിച്ചു വിട്ടല്ലേ, നീ അവിടെ പോയി ഉണ്ടാക്കിയത്. എന്നെ ഉണ്ടാക്കാൻ വരണ്ട, കേട്ടല്ലേ? താടിച്ചു. പെട്ടെന്നുള്ള ദേഷ്യത്തിലടിച്ച സോറി. ഞാൻ സോറി പറഞ്ഞില്ലേ, പറ്റിപ്പോയി. എന്നോടുള്ള ദേഷ്യം മാറിയപ്പോൾ ഞാൻ എന്താ ചെയ്യണം? നീ എനിക്ക് വാ, നമുക്കൊന്ന് പുറത്തു പോവാം. വേറെ റെഡിയാണ്? കഴിക്കാൻ എന്താ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. അല്ല, ഇഷ്ടമുള്ളത് പറഞ്ഞോ. പൊറോട്ടയും ബീഫും. ഇവിടുത്തെ ബീഫിനേക്കാൾ നല്ല ചിക്കനാണ് അല്ലേ? ആ അതെ, നമ്മുടെ ചിക്കനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൊത്തം. അപ്പോൾ 2 പ്ലേറ്റ് ഇടിയപ്പം, ചില്ലി ചിക്കൻ. കുടിക്കാൻ കുടി ചായ.
2 ചായ. ഇപ്പോൾ വിഷമം മാറിയില്ലേ? ഹാപ്പി ആയില്ലേ? ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിനടിച്ചാണ് കേട്ടോ. സോറി. ഇനി അടിക്കൂല. എത്ര രൂപയുടെ വാച്ചാണെന്നറിയോ? കണ്ടില്ലായിരുന്നു. കണ്ടില്ല. ഇങ്ങാട്ട് രണ്ടിടിയപ്പം 2 ചില്ലി ചിക്കൻ 2 ചായ. രാജേട്ടാ എന്നെ വീട് വരെ ഒന്ന് കൊണ്ടുപോകും. വരുമ്പോഴേ പോയിട്ട് എന്താണ് ഇത്ര അത്യാവശ്യം? അമ്മയൊന്ന് കാണാൻ. നാളെ കണ്ടല്ലേ ഉള്ളൂ. എനിക്കിവിടെ നിന്ന് തരാൻ സമയമില്ല. പിന്നോട്ട് മോക്ക് വേണേ വേറെ വല്ലതും ഉണ്ടാക്കി കഴിക്കും. ഞങ്ങൾക്കൊക്കെ ഇത് ശീലമാണ്. നമ്മള് പെണ്ണുങ്ങൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് അടിച്ചെന്ന് വെച്ച് അതാരുടെയും മുന്നിൽ വെച്ചൊന്നുമല്ലല്ലോ. അതൊക്കെ അങ്ങ് മാറും. വേണ്ടയൊന്നിനും പരാതികൾ സദാ ജീവിതം അതിൽ മെഴുതിരി പോലെ ഉരുകിയെന്നാലും നനക്കാട്ട് എല്ലാം നനക്ക് കേട്ടോ. മേലെ എന്നോട് ചോദിക്കാതെ ഒരു സാധനം നനക്കേടായിരുന്നു കേട്ടല്ല. എനിക്കിവിടെ പറ്റുന്നില്ല അച്ഛൻ. എന്നെ വെറുതെ ഇട്ട് അടിക്കുക. ജീവിതമല്ലേ മക്കളെ, അതൊക്കെ അങ്ങ് മാറും. എപ്പോഴാ അടിക്കാന്ന് പേടിച്ച് പേടിച്ചാ ജീവിക്കുന്നത്. അച്ഛനങ്ങോട്ട് വിളിക്കാം. വയസ്സല്ലേ ഒരു ചായ. അതെ, ഇപ്പൊ ഞാൻ വേറെ സ്ഥലത്താ. അച്ഛനങ്ങോട്ട് വിളിക്കാം കേട്ടാ. ഇപ്പൊ അവന് പഴയ ദേഷ്യമൊന്നുമില്ല. ഈ വീട്ടുകാരെയൊക്കെ അവനല്ലേ മോളെ നോക്കുന്നത്. അതിന്റെ ഒരു ടെൻഷനാ. അവന്റെ അച്ഛന്റെ കാര്യം വെച്ച് നോക്കി അവൻ എന്ത് ഭേദം. ഞാനൊരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ. എന്നിട്ടെന്തായി? അയാളെന്നെ വിളിക്കാനും വന്നില്ല. എൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഇപ്പം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും അത് നിൻ്റെ കുഴപ്പമാണെന്ന് എല്ലാവരും പറയത്തുള്ളൂ. നീ വാ, നമുക്ക് കഴിക്കാം.
രാജേഷേ, ഞാനൊന്ന് പറഞ്ഞ കാര്യം. അണ്ണ, എനിക്ക് നിങ്ങളുടെ ഫാം മേടിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ചുമ്മാ ഇതിലെ ചുറ്റിത്തിരിയണ്ട. വാങ്ങിക്കണ്ടെങ്കിൽ വാങ്ങിക്കണ്ട, നീ അത് ഏറ്റിട്ട് നടത്തിക്കോ. എന്നിട്ട് കിട്ടുന്നതിന് എന്തെങ്കിലും മാസം എനിക്ക് തന്നാൽ മതി. ഇനിയിപ്പോൾ ഒരു ബിസിനസ് ആയിട്ട് എടുക്കാനുള്ള താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് പെണ്ണുങ്ങളെ പോലെ ഇതിലെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കാതെ കച്ചവടം നോക്കി നടത്താൻ നോക്കാം. ശരി, ചോറിന സമയം പോട്ടണ. ഡേയ്, ചുമ്മാ വായ നോക്കിക്കാതെ കളക്ഷൻ പോ. ഫുൾ റൂട്ട് കറങ്ങി വരാൻ നിന്നൊന്നും ഞാൻ എവിടെ എടുത്തില്ല, കേട്ടല്ലേ? എന്നാ നിങ്ങൾ ഈ വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ പറയാൻ എടുക്കുക. ഞാനിവിടെ വണ്ടി കച്ചവടത്തിന് വന്നതല്ല. വണ്ടി നിനക്ക് വന്നുകൊണ്ട് കോഴിയെ ഞാൻ തലയിൽ ചുമന്നുകൊണ്ട് പോകണം. എന്നാ എന്താന്ന് വെച്ചാൽ ചെയ്യും. അവന് കച്ചവടം ചെയ്യാൻ അറിയത്തിന് എന്നെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. അടി കൊടുത്ത് വിടണം പോലെ. ഏത് തരാ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. കാണൂല. അതിൻ്റെ അകത്ത് കയറിയിരുന്ന എങ്ങനെ കാണാനാണ്? ഞാൻ ചോറെടുക്കാം. അമ്മയോടെ? അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? എന്താ അറിഞ്ഞൂടാ? അവളാ തടിച്ചിയാ? എനിക്ക് അറിഞ്ഞൂടാ. എന്താ നീ വീട്ടിലല്ല താമസിക്കുന്നത്? ഞാൻ നിന്റെ അടുത്ത് തന്നെ ചോദിച്ചോ, നീ എന്തോന്നും മിണ്ടൂലേ? അവളുടെ ഒരു മൊബൈല് വിട്രീ. ചോറ് വേണ്ടേ? വിശപ്പില്ല. വയറുവേദനയ്ക്കുള്ള മരുന്ന് വല്ലതും ഉണ്ടോ അണ്ണാ? എങ്ങനെ ലൂസായിട്ടാണ്? ലൂസ് ലൂസ് ഇല്ല. ലൂസ് മോഷനാ? അതല്ല, ഇത് എന്നാ മറ്റേ വയറിനൊരു ചവിട്ട് കിട്ടിയത്. ആണോ? അടി പറ്റില്ല? അടി പറ്റില്ല.
അപ്പം പിന്നെ സ്കാൻ ചെയ്യേണ്ടി വരും. സ്കാനാ? വല്ല ഇൻറ്റേണൽ ബ്ലീഡിങ് ആണെങ്കിലേ നമുക്കൊന്നും പറയാൻ പറ്റൂല. ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിൽ കാണിക്കുക, അതാണ് നല്ലത്. ആ, മെഡിക്കൽ കോളേജ് കാണിക്കുക, അതാണ് ബെസ്റ്റ്. മെഡിക്കൽ കോളേജ്. ആ ശരി, ആ ഓക്കെ. ഇവിടെ ആകെപ്പാടെ ആണ്ട് ഒരു കസ്റ്റമർ വരുന്നത്, അവരെയൊക്കെ പറഞ്ഞ് അലോപ്പതിക്ക് വിടൂടെ? ഇൻറ്റേണൽ ബ്ലീഡിങ്ങിന് ഇവിടെ മരുന്നിരിക്കുന്നു, ചുമ്മാ അവരൊന്ന് പറഞ്ഞു. എടാ വലിച്ചു പിടിച്ച് കിട്ടു കിട്ടിയോ? ആ കിട്ടി. ഇതുകൊണ്ടോ വല്ലാതിരിക്കുന്നത്? എന്ത് സുഖമില്ലേ? ഒന്നുമില്ല. പിന്നെന്ത് വീട്ടിൽ പോകാത്തത്? സമയത്രയല്ലേ? ഒന്നും ചേച്ചി അടിച്ചല്ലേ? ഏയ് അത് വിടണ്ട, ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. ഡേ 2 ഇടിയപ്പം ചില്ലി ചിക്കനും വാങ്ങിച്ചെടുത്താൽ തരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. സിമ്പിള്. ഒത്തിരി അടിച്ചോണ്ടാ? ഇല്ല. പിന്നെ ചവിട്ടി. എന്നിട്ട് എന്തെങ്കിലും പറ്റുവാണോ? അല്ല എവിടെ ചവിട്ടിയ? വയറ്റിൽ. അണ്ണാ ഇതൊക്കെ ഭയങ്കര വിഷയമാണ്. അണ്ണാ അങ്ങനെ ഒന്നും ചവിട്ടിക്കൂടാ. വാക്കല്ലാതെ വയറ്റത്തൊക്കെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിലും ഭയങ്കര പ്രശ്നമാണ്. ഇയാളിത് അങ്ങോട്ട് അർജൻറ്റായിട്ട്. ഇയാളിനി വണ്ടി എടുക്കണ്ട, ഞങ്ങൾക്ക് ജീവന് കൊതിയുണ്ട്. സത്യം. ഡേ ഇവിടെ ലൈസൻസുള്ള എനിക്ക് മാത്രമേ ഉള്ളൂ, അതറിയാം എനിക്ക്. ഡേ ആ ചാവി കന്ന, ഞാൻ ഇന്ന് വേറെ റൂട്ടിൽ. അണ്ണൻ വീട്ടിൽ പോകാൻ നോക്കി, ലോഡൊക്കെ ഞങ്ങളും ഉണ്ടോക്കോളാം. ചുമ്മാ ഇരിയടേ. അണ്ണാ അണ്ണാ ചേച്ചിക്ക് വയറ്റത്താണ് ചവിട്ട് കിട്ടിയിരിക്കുന്നത്. ഉള്ളിലെന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ഇന്നും നമുക്ക് പറയാനൊക്കത്തില്ല. അണ്ണൻ ചേച്ചിയും കൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോകും. ആളെ തട്ടിപ്പോണ കേസാണ്. തന്നെ ചില ബ്ലഡ് വരെ ക്ലോട്ടായിട്ടുണ്ടാവും. പണ്ട് എനിക്കറിയാവുന്ന ഒരാൾ അങ്ങനെയാണ് മരിച്ചത്. അണ്ണൻ പെട്ടെന്ന് ചേച്ചിയുടെ തൊട്ടില്ല. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, ഇനി അണ്ണൻ്റെ ഇഷ്ടം. നിങ്ങൾക്ക് അണ്ണനെ കാര്യം പറഞ്ഞാൽ മനസ്സിലായിക്കൂടെ? ഇന്നലെ ഇനി ഇത്ര വയസ്സായി, പെണ്ണാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ത് പറയാനുണ്ട്? പിന്നെ അയാളുടെ കുടുംബത്തിലെ പ്രശ്നം, എൻ്റെ ഭാര്യ ചവിട്ടി എന്ത് ചെയ്യുക? ഞാൻ നടപടില്ല. അണ്ണാ ആള് തീർന്നു പോയി. നമ്മളെന്ത് ചെയ്യും? അയാളെ ജയിലിൽ കിടക്കും. അല്ല എന്നാ അണ്ണാ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ. വല്ലാത്ത കുറ്റബോധം ഉണ്ട് കേട്ടോ പുള്ളിക്ക്. ഓ എന്തോന്ന് കുറ്റബോധം? എന്തായാലും പുള്ളിയുടെ ഭാര്യയല്ലാണ്ടോ. നിനക്ക് അവൻ അറിഞ്ഞൂടാ. അവനൊന്നും ഇന്നലെ ഞാൻ കാണാൻ തുടങ്ങിയല്ലോ. അവസരം കിട്ടിയ ഇനി അവൻ ചോട്ടും. എന്തായാലും ഞാൻ പുള്ളിയെ കുറച്ച് അന്വേഷിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവാണെന്ന് തോന്നുന്നു. അവന് കൊള്ളാം. ഇനിയിപ്പോൾ ഞാൻ വണ്ടി എടുക്കാം. വരുന്നുണ്ട്. എന്താ വായിച്ച? രാജേഷ് അവിടെ വന്നേ. എവിടെ നിൽക്കാൻ? എന്താ എൻ്റെ ഉദ്ദേശം? താക്കോല്. താക്കോലല്ല, നിന്റെ ഉദ്ദേശം എന്തുവാന്ന്? എന്ത്? ശരിയല്ല ഇതൊന്നും കേട്ടോ. നാണമില്ലേടാ നിനക്ക്?
എന്തിനാ കൊച്ചിനെ ഉപദ്രവിക്കുന്നത്? എന്തിനാ കൊച്ചിനെ എടുത്തിട്ട് അടിക്കുന്നതെന്ന്? അത് പിന്നെ പെട്ടെന്നൊരു ദേഷ്യത്തിൽ അവന് ദേഷ്യം വന്ന് അതങ്ങനെ ഉരുണ്ട കൊച്ചിൻ്റെ മേത്ത് വീണ് എന്തെങ്കിലും സംഭവിച്ചാലേ അവരുടെ വീട്ടുകാർ വന്ന് ചോദിക്കുമ്പോൾ എന്ത് സമാധാനം പറയും? പറ്റിപ്പോയി. ഇതും കഴിക്കുന്നില്ലേ? വേണ്ട. ദേഷ്യം കയറിയാൽ പിന്നെ ചെറുക്കന് കണ്ണ് കണ്ടുകൂടാ. നീ കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? കരാട്ടെ जनन जनन जन जनन जन जन जनन जनन जन जनन जन जन जनन जनन जन जनन जन जन जनन जनन जना जनन जनन जन जनन जन जन जनन जनन जना झलक रानी ये नोटी नोटी लोकल ब्यूटी गलक रानी ये झलक रानी ये कलिपी दिरकी ओदक रानी नी 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 ओ बेबे बाय 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 ओ बेबे बाय 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 ओ बेबे बाय 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 പാവമാണെന്നാരിതോതി വെറുതെ വെറുതെ കോപം കൊണ്ട് താപമേറി പാവമാണെന്നാരിതോതി വെറുതെ തോന്നി വെറുതെ തോന്നി വെറുതെ തോന്നി വെറുതെ 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 സടങ്കിക്കെന്ന് പറഞ്ഞ അത് കരോട്ടയല്ല, പിന്നെ അത് കളരിയിലെന്തോ ആകാനാണ് ചാൻസ്. അത് നിനക്കറിയത്തില്ല, അതുകൊണ്ട് നിനക്ക് തടുക്കാൻ പറ്റാത്തത്. എന്നാലും ഇവളിതൊക്കെ എങ്ങനെ പഠിച്ചെന്നാണ്? ഡാ, അതിപ്പോൾ പോയി പഠിക്കൊന്നും വേണ്ടല്ലോ, എല്ലാം മൊബൈലിൽ കിട്ടൂലേ. അപ്പോൾ അത് തന്നെ, അവൾ തയ്യൽ പഠിക്കുന്നതും പാചകം പഠിക്കുന്നതും ഒക്കെ മൊബൈലിൽ തന്നെ. അപ്പോൾ PSC അതിൽ തന്നെ കണ്ട. പക്ഷെ ഇതൊക്കെ എത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ? അതൊക്കെ ഓരോരുത്തരുടെ കഴിവുപോലും ഇരിക്കും. 1-2 സ്റ്റെപ്പൊക്കെ പഠിക്കാൻ പറ്റും, മുഴുവനായിട്ട് പറ്റത്തില്ല. പക്ഷെ അവൾ മൊത്തം പഠിച്ചിട്ടുണ്ടോന്ന് ഇപ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? നീ അവിടുത്തെ ഒന്നും കൂടെ പോയി ഉടക്കടാ, അപ്പോൾ അറിയാം അവൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന്. നിങ്ങളൊന്ന് ചുമ്മാരി. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ ടെൻഷനാവരുത്. എന്താണ് നിങ്ങൾ ടെൻഷനാക്കാതെ? കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇനി അവിടെ നിന്ന് ഇടികിട്ടാൻ ചാൻസ് ഉണ്ട്. അത് വിട്, ഇനി അവൾ എന്നെ അടിക്കാൻ ഇങ്ങോട്ട് വരട്ടെ, തൂക്കിയെടുത്ത് വെളിയിലിടും ഞാൻ. നടക്കുന്ന കാര്യമെല്ലാം പറയാടേ. എന്ത്? ഞാൻ പോയി ഒന്ന് സംസാരിച്ചല്ലോ, നൈസിന് വിരട്ടുന്നത് പോലെ. അതൊന്നും ശരിയാവില്ല അണ്ണ, നാണക്കേട്. ഇനി അത് പുറത്ത് പറഞ്ഞൊന്നും കൂടെ അവൾ അറിയണ്ട. എടാ, ഞാനല്ലേ പോകുന്നത്, ഇലക്കം മുഴുവനും കേടില്ലാത്ത രീതിയിൽ സംസാരിക്കാം. അത് ശരിയാവില്ല അണ്ണ. എന്താ നീ ഒരു കാര്യം ചെയ്യും, ഇനി നിന്നെ അടിക്കുമെന്ന് തോന്നുമ്പോൾ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യും.
അത് കാണിച്ച് നമുക്ക് അവളെ വരട്ടാം. ഇയാളിത് എന്തോന്നണ്ണ? ഒരിക്കൽ ഓർക്കപ്പുറത്ത് വയറ്റിനൊരു ചവിട്ട് കിട്ടിയെന്നും പറഞ്ഞോണ്ട് ഇനി അവൾ ചവിട്ടാൻ കാല് പോകട്ട്. ഞാനുവേ സ്കൂളിൽ കരവട്ടമൊക്കെ പഠിച്ചൊക്കെ തന്നെ. നീ കണക്ക് ക്ലാസ്സിൽ നിന്ന് മുങ്ങാൻ വേണ്ടിയില്ലേ പോയി കരാട്ട പഠിച്ചത്? മാഷിന് ശ്വാസം മുട്ടൽ വന്നപ്പോൾ അത് നിർത്തുകയും ചെയ്തു. എൻ്റെ പൊന്നു മോനെ ഇതങ്ങനെ അല്ല. 6-7 ക്ലാസ്സിലേ പോയിട്ടുള്ളെങ്കിലും കരോട്ടൊക്കെ തന്നെ. അണ്ണൻ പറഞ്ഞ വീഡിയോ ഞാൻ എടുത്തു തരും. ഈ രാജേഷ് ആരാ നമുക്കറിയത്തില്ല. ബുദ്ധിക്ക് ബോധവും കൂട്ടില്ല. രോക്ഷത കണ്ണുകൾ തുറച്ചു നോക്കുന്നതിനെ കുറിച്ച് നോക്കുമാ. കുറിച്ച് വെച്ചതിന് മെന്റൊരു നീക്കം പറഞ്ഞത് നിന്റേത് മുഖത്തിന് വീക്കം. പഠിച്ചൊരു കടവകൾ നെഞ്ചിൽ കത്തുന്ന തീ നീക്കും. കാട്ടിത്തരാ കാട്ടിത്തരാ കാട്ടിത്തരാ. ഇവിടുത്തെ പട്ടികളൊക്കെ എറിഞ്ഞു കൊല്ലണം. എന്റെ ഭാവം മാറും ചവിട്ടി കൂട്ടി നീ ആള് മാറും. ബന്ധം പേര് 2 പേര് മിണ്ടലെ നീയാവുകാവ്. എന്റെ ഭാവം മാറും ചവിട്ടി കൂട്ടി നീ ആള് മാറും. ബന്ധം പേര് 2 പേര് മിണ്ടലെ നീയാവുകാവ്. മിണ്ടലെ നീയാവുകാവ്. മിണ്ടലെ ഇവിടെ ചാക്കോ എല്ലാം കിടപ്പുണ്ടാ. നിനക്ക് എന്തിനാ ചാക്ക്? ഒരിക്കലും ഒന്ന് കാണാനോ തൊടാനോ കഴിയാത്ത നിധികുംഭങ്ങൾ തേടി സാന്റിയാഗോ എന്ന നാട്ടിടയൻ ഈജിപ്ഷ്യൻ പിരമിഡുകളിലേക്ക് നടത്തിയ ആൽക്കമിസ്റ്റ് യാത്ര പോലെ അവസാനിക്കാത്ത പരിശ്രമമുണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അവൾ ഈ കയ്യിൽ ശ്രദ്ധിക്കും. അപ്പോൾ കാൽപ്പുറകിലോട്ട് വെച്ചിട്ട് ഒറ്റ സിമ്പിൾ. എന്റെ ഭാവം മാറും ചവിട്ടി കൂട്ടി നീ ആള് മാറും. ബന്ധം പേര് 2 പേര് മിണ്ടലെ നീയാവുകാവ്. എന്റെ ഭാവം മാറും ചവിട്ടി കൂട്ടി നീ ആള് മാറും. ബന്ധം പേര് 2 പേര് മിണ്ടലെ നീയാവുകാവ്. മിണ്ടലെ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയെന്നാ തോന്നുന്നു. അങ്ങനെ മനസ്സിലായി. അതൊക്കെ മനസ്സിലായി.